എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പരിചരണത്തിന് കാസർഗോഡ് വികസന പാക്കേജിൽ 376.84 ലക്ഷം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തുക അനുവദിച്ച് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉത്തരവ് പുറപ്പെടുവിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സേവനങ്ങൾ തുടരുന്നതിനുള്ള പദ്ധതിക്കായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 376.84 ലക്ഷം രൂപ അനുവദിച്ച് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉത്തരവ് പുറപ്പെടുവിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരായവർക്ക് ദേശീയ ആരോഗ്യ ദൗത്യം വഴി നൽകിയിരുന്ന കേന്ദ്ര സഹായം നിർത്തൽ ചെയ്തതോടെ ദുരിതത്തിലായവർക്ക് അടിയന്തര തുടർ സഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മുഖ്യമന്ത്രി ദുരിതബാധിതർക്കുള്ള ചികിത്സാ സഹായവും മറ്റു പരിപാലന പ്രവർത്തനങ്ങളും കാസർഗോഡ് വികസന പാക്കേജിനു കീഴിൽ ഏറ്റെടുക്കുന്നതിനായി ഫണ്ട് അനുവദിക്കാൻ നിർദ്ദേശം നൽകിയത്. ജില്ലയിലെ 11 ഗ്രാമപഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന 6727 എൻഡോസൾഫാൻ ദുരിതബാധിതരായി കണ്ടെത്തിയവരിൽ പലരും സാമൂഹ്യമായും സാമ്പത്തികമായും താഴെത്തട്ടിലുള്ളവരായതിനാലും കുറഞ്ഞുവരുന്ന നിലവാരം കൊണ്ട് ആവശ്യമായ പിന്തുണ നൽകാൻ ഇരകളുടെ കുടുംബങ്ങൾക്ക് കഴിയാത്തതിനാലും അടിയന്തര സഹായം നൽകിയില്ലെങ്കിൽ ജില്ലയിലെ എൻഡോസൾഫാൻ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാനാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായ മരുന്ന്, മെഡിക്കൽ ഉപകരണ വിതരണം, മനുഷ്യവിഭവശേഷി നൽകൽ, ആംബുലൻസ് സൗകര്യം, ഡയപ്പർ വാങ്ങൽ, സമാശ്വാസ ചികിത്സ, എംപാനൽഡ് ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പദ്ധതി ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് താങ്ങും തണലുമാകും. ഇതോടൊപ്പം ജില്ലയിൽ നിലവിൽ ഭരണാനുമതി നൽകിയതും പഞ്ചായത്ത് വിഹിതം കുറവുമായ 19 അംഗൻവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായി കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും തന്നെ അധിക വിഹിതമായി 147.22 ലക്ഷം രൂപ ജില്ലാ കളക്ടർ ഇമ്പശേഖറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കാസർഗോഡ് വികസന പാക്കേജ് ജില്ലാതല കമ്മിറ്റിയിൽ വകയിരുത്തി അനുവദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.